ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിഗ് ബോസ് 7 തുടങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, നല്ലൊരു അടിപൊളി തുടക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 3 രാത്രി 7 മണി മുതൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7. ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. തുടക്കം ഗംഭീരമാണ്. ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ പുതിയ സെറ്റ്, അതായത് ഇതുവരെ മലയാളത്തിന് സ്വന്തമായിട്ട് ഒരു സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ അതുകൂടിയുണ്ട്. നമ്മുടെ പ്രൊമോസ് പറഞ്ഞ തന്നെ 7ൻ്റെ പണി എന്ന് പറഞ്ഞ തന്നെ 7ൻ്റെ പണി തന്നെയാണ് എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ ഒരു അടിപൊളി പണി തന്നെയാണ് കണ്ടസ്റ്റൻസിന് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ലാലേട്ടൻ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ക്യാമറയുടെ കൂടെ ലാലേട്ടൻ എന്ത് ചെയ്യാണ്, ബിഗ് ബോസ് ഹൗസ് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ്. എല്ലാം നല്ല അടിപൊളി ഹൗസാണ്. ഗാർഡനുണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, നല്ല കിച്ചണാണ്, നല്ല ബെഡ്റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ മേക്കപ്പ് റൂമുണ്ട്. കണ്ടസ്റ്റൻസിന് പ്രത്യേകമായിട്ട് മേക്കപ്പ് റൂമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പണിപ്പുരാണ്, ഇതൊരു സ്പെഷ്യൽ ഒരു റൂം കൂടിയുണ്ട്. പണികൾ തന്നെയുള്ള റൂമാണെന്നാണ് പേര് പോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ പണി കിട്ടുന്നുള്ളത്. പിന്നെ പ്രത്യേകത വേറെ ഒന്നുള്ളത്, ബിഗ് ബോസ് എഴുതിയിട്ടുള്ളത് ചെരിഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തെങ്കിലും പ്രത്യേകത ഇല്ലാണ്ട് എഴുതാതിരിക്കില്ലല്ലോ, നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 7 ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. പിന്നെ അതിനുശേഷം ലാലേട്ടൻ എന്ത് ചെയ്യാണ്, ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ളൊരു സംസാരം ഉണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയൊക്കെ കാണിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിലൊരു സ്പെഷ്യൽ മൊമെൻ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പ്രൊമോസേഷനായിട്ട് പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇസക്കുട്ടീനെ ലാലേട്ടാന്ന് വിളിച്ചിട്ടുള്ള ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബിഗ് ബോസിൽ ലാലേട്ടൻ പറയുന്നുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ ബിഗ് ബോസിലേക്ക് എടുക്കാനല്ല. അപ്പം എപ്പിസോഡിൽ ലാലേട്ടൻ ആ കുട്ടിയേയും കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്യൂട്ട് മൊമെൻ്റ് കൂടിയുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇസക്കുട്ടീനെ. അപ്പം അതിന് നല്ല എന്താ പറയുക, പ്രേക്ഷകർക്ക് നല്ല മനസ്സ് നിറയ്ക്കുന്നൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നത് കോമണറായിട്ടുള്ള അനീഷ് എന്നൊരു കണ്ടസ്റ്റൻ്റാണ്. മൈജിന്ന് സെലക്റ്റായിട്ട് വിൻ ചെയ്ത ആളാണ്. പിന്നീട് വരുന്ന അനുമോൾ, നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായ ആളാണ് അനുമോൾ. പിന്നീടുള്ളത് ആര്യൻ, ആക്ടറാണ്. അക്ബർ, സിംഗർ. ബിൻസി, ആർജെ ബിൻസി. കലാഭവൻ സരിക. ഉന്നിയ സാബു. ബിന്നി സെബാസ്റ്റ്യൻ. അഭിലാഷ്. റന ഫാത്തിമ. മുൻഷി രഞ്ജിത്ത്. ജിസൽ, ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായ കണ്ടസ്റ്റൻ്റാണ് ജിസൽ. ദെൻ ശാരിക, നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ അധികം കേട്ട് വന്ന ഒരാളാണ് ശാരിക. ദെൻ ഷാനവാസ്, നെവിൻ മോഡലാണ്. ദെൻ നൂറ, ആദില, അതായത് ലെസ്ബിയൻ കപ്പിൾസാണ്. ദെൻ ശൈത്യ, അതും വിവാദമായ കുറേ പ്രശ്നങ്ങളിലൂടെ വന്നൊരു വ്യക്തി തന്നെയാണ്. ദെൻ വേണു സുധി, നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ്. ദെൻ അപ്പാനി ശരത്ത്, ലാസ്റ്റായിട്ട് വന്ന അപ്പാനി ശരത്ത്. അത് ടോട്ടൽ 19 കണ്ടസ്റ്റൻറ്റും 20 പേര്, അതായത് നൂറ, ആദില 2 പേരുണ്ട്. പക്ഷെ അവർ 2 കണ്ടസ്റ്റൻ്റ് അല്ല, ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പം 19 കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കറിയാം, സാധാരണ എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ളത് സീസൺ തുടങ്ങി ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് 2 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇവർ കയറുമ്പോൾ തന്നെ ടാസ്കോട് കൂടിയാണ് കയറുന്നത്. അത് ആങ്കർ ചെയ്യുന്ന വന്നത് നമ്മുടെ റെനീഷയാണ്, സീസൺ 5-ലുണ്ടായ ആക്ട്രസ് റെനീഷയാണ്. അപ്പോൾ അതിൻ്റെ ഗെയിം എന്ന് വെച്ചാൽ ഇവരുടെ ഓരോ ആൾക്കാരെയും ഫോട്ടോ ഒട്ടിച്ചതിനും മെഡൽ ഉണ്ടാവും. അപ്പോൾ ആ മെഡൽ അവർ ബ്ലൈൻഡ് ഫോൾഡ് ആയിരിക്കും. അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർ എന്ത് ചെയ്യുക, അവരെ ആ മെഡലിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. എന്നിട്ട് ആ മെഡൽ കഴുത്തിലിട്ടതിന് ശേഷം ബ്ലൈൻഡ് ഫോൾഡ് അയച്ചിട്ട് അവിടെ ഒരു ചുവന്ന പെയിൻ്റ് ഉണ്ടാവും. ആ പെയിൻറ്റിൽ അവരുടെ കൈ മുക്കിയിട്ട് അവിടെ ഒരു ഗ്ലാസ് സ്റ്റോർ ഉണ്ടാവും. ആ ഗ്ലാസ് സ്റ്റോറിൽ അവരുടെ ഫിംഗർ പ്രിൻറ്റ് പതിപ്പിക്കണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 19 കണ്ടസ്റ്റൻറ്റിനെയും വിളിച്ചതിന് ശേഷം എല്ലാ കണ്ടസ്റ്റൻറ്റും പരിചയപ്പെട്ട് ലിവിങ് റൂമിലൊക്കെ ഇരിക്കാൻ ബിഗ് ബോസ് പറയുകയാണ്. ബിഗ് ബോസ് പറഞ്ഞ ശേഷം എന്താ വെച്ചാൽ, ഈ നടന്ന മത്സരത്തിൽ ആദ്യം 3 സ്ഥാനങ്ങളിലെത്തിയ ആളുകളെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വന്നിട്ടുള്ള വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ആര്യൻ, ബിന്നി, അതുപോലെ തന്നെ ഷാനവാസ്. ഈ 3 പേരാണ് ആദ്യം 3 സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അതിന് ശേഷം അവർക്ക് ഡ്രസ്സുകൾ തന്നെയാണ്, അവർ അയച്ച ഡ്രസ്സുകൾ. അപ്പോൾ ഡ്രസ്സിൽ വന്നപ്പോൾ അവിടെ ട്വിസ്റ്റ് ഉണ്ട്. വേറെ ഒന്നല്ല, എല്ലാവർക്കും അവരുടെ ഡ്രസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. മുഴുവൻ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വന്ന മുഴുവൻ ഡ്രസ്സുകൾ അവർക്ക് കിട്ടിയില്ല. ബിഗ് ബോസ് കൊടുത്ത കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഈ പറയുന്ന ഈ മത്സരത്തിൽ വിന്നറായിട്ടുള്ള ആര്യൻ, ബിന്നി, ഷാനവാസ്, ഈ 3 പേർക്ക് അവരുടെ മുഴുവൻ ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, കൂടാതെ ഒരു സ്റ്റാർ ബാൻഡ് കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഈ സ്റ്റാർ ബാൻഡ് ഇവർ ഫുൾ ടൈം കയ്യിൽ ധരിക്കണം. അപ്പോൾ ഈ 3 പേർക്കാണ് ഫുൾ പാക്ക് ചെയ്ത ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരിൽ നിന്നും